എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇടാത്തത് അത് വീട്ടിലെല്ലാവർക്കും പനിയായതുകൊണ്ടാണ്. ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാനൊരു ചോപ്പറിൻ്റെ റിവ്യൂ ആണ് കാണിക്കുന്നത്. ഇതൊരു മിനി ചോപ്പറാണ്. ഇത് 299 ആണ് ഇതിൻ്റെ വില. അപ്പോൾ നമുക്കിത് തുറക്കാം. ഇത് നല്ലൊരു ബെസ്റ്റ് സാധനമാണ്. ഞാൻ എല്ലാ പച്ചക്കറി കഷ്ണങ്ങളെല്ലാം ഇതിലാണിപ്പോൾ കട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഇത് പണി കഴിയും. ഇതാണ് സാധനം. ഇതാണ് ഇതിൻ്റെ ബ്ലേഡ്. ഇത് 3 ബ്ലേഡ് ഉണ്ട്. ഇത് നമ്മൾ ഇതേപോലെ ആക്കി കൊടുക്കണം. ഇത് ടൈറ്റൊന്നും ആക്കണ്ട, ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ സാധനങ്ങളെല്ലാം ഇട്ട് ഇതേപോലെ അടച്ചു കൊടുക്കാം. ഇനി 2 വിരൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇട്ട് ഇതേപോലെയാണ് വലിക്കേണ്ടത്. ഇത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വലിക്കണം. ഇതൊരു സൗണ്ട് വരും. ഇത് ഞാൻ കുറേയായി വാങ്ങണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണ് വാങ്ങിയത്. നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റാണിത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെജിറ്റബിൾ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചോപ്പറിലിട്ട് കട്ട് ചെയ്യാം. ഇതാണ് ചോപ്പറിൻ്റെ ബ്ലേഡ്. 3 ബ്ലേഡ് ഉണ്ട്. ഇത് ഇതേപോലെ ഒന്ന് ടൈറ്റാക്കൊന്നും വേണ്ട, ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓരോന്നായി കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അധികം ഇടുന്നില്ല, കുറച്ച് ഇടുന്നുള്ളൂ. ഇത് കുറച്ച് തക്കാളിയോ ഉള്ളിയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടും കട്ട് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് മൂടി കൊടുക്കാം. ഇതേപോലെ മൂടണം. എന്നിട്ട് ഇതവിടെ ഒരു ഇതിൻ്റെ നാടയുണ്ട്, അതിങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി. ഇതാ കുറച്ച് ശക്തിയിൽ ആക്കണം. അങ്ങനെ ക്യാരറ്റ് നന്നായി മുറിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ ഇതുപോലെയാണ് ആയിട്ടുള്ളത്. നന്നായിട്ട് വരുന്നുണ്ട്. ഇത് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് നല്ലോണം കുറച്ച് വലിക്കേണ്ടി വരും നിങ്ങൾക്ക്. ഇനി അടുത്തതായി ഇതിലേക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഞാൻ ഒന്നിച്ചാണ് ഇടുന്നത്. ഇനി ഇത് നമുക്ക് മൂടി കൊടുക്കാം. ഇനി ഇത് ഒന്ന് ഇതേപോലെ വലിച്ചെടുക്കണം. അങ്ങനെ ഉള്ളിയും തക്കാളിയും നന്നായി മുറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു അടിപൊളി സംഭവമാണ്. ഇത് നിങ്ങൾ തീർച്ചയായും വാങ്ങണം. ഇതൊന്ന് ചെറുതായി ഒന്ന് മുറിച്ചിട്ട് ഇതിലിട്ടെടുത്താൽ നമുക്ക് പിന്നെ ഇതേപോലെ ആക്കിയിട്ടെടുക്കാം. ഇന്ന് നമുക്ക് ഉച്ചക്ക് കറി വെക്കാൻ കിട്ടിയത് ചുവന്ന മീനാണ്. അത് ഞാനിവിടെ മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യേണ്ട പരിപാടിയിലേക്ക് കടക്കണം. അതിനു മുമ്പേ ഇത് നല്ലോണം മഞ്ഞളും മുളകെല്ലാം ഇട്ടിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം മസാല പിടിപ്പിക്കണം, എന്നാലേ ഫ്രൈ ചെയ്താലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഇത് നല്ലോണം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കറിവൊക്കെ ഇതേ മീൻ തന്നെയാണ്. അങ്ങനെ മീൻ കറി ഏകദേശം ആയി വരുന്നുണ്ട്. ഇത് ഞാൻ തേങ്ങയെല്ലാം ഉള്ളിൽ മിക്സാക്കി വെച്ചതാണ്. ഇത് നന്നായി തിളക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഒരു 4 കഷ്ണം ഇട്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ മീനിൻ്റെ കറി അധികം ആയിരിക്കും ഇതിൻ്റെ കഷ്ണം ഇഷ്ടമല്ല.
ഫ്രൈ ചെയ്തതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇത് നന്നായി തിളക്കുന്നുണ്ട്. ഇതിൻ്റെ കഷ്ണമെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് പൊരിച്ചതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മീൻ ഞാൻ നേരത്തെ മസാലയെല്ലാം പുരട്ടി വെച്ചതല്ലേ, അതുകൊണ്ട് പിന്നെ വേഗം തന്നെ ഫ്രൈ ചെയ്യുക. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മീൻ നമുക്ക് പൊരിച്ചെടുക്കാം. ചൂടായ എണ്ണയിൽ ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് മറിച്ചിടണം. അങ്ങനെ പൊരിച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മിനി ചോപ്പറിൻ്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം. ടിൽ ദെൻ ബൈ ബൈ.